അതേപോലെ ഇവിടെ ഈ വെള്ളം തുറന്നു വിടാൻ പോകട്ടോ. പണി കഴിഞ്ഞ് വരുന്ന വരവാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ഞാൻ കുറേ ദിവസമായി ഇത് കണ്ടുവച്ചിട്ട് ടൈം കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് പിന്നെ വരാൻ പോകുന്നത്. ഇത് വൈത്തിരി പടിഞ്ഞാത്ര റോഡാണ്. നല്ല കുറേ കാലമായി വെള്ളക്കെട്ട് ഇവിടെ കാണുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. കുറച്ചായിട്ട് അവരെ വർക്കൊന്നും കാണുന്നില്ല. ഈ ഭാഗത്ത് ഈ വൈത്തിരി പൊയ്തന ഭാഗത്ത് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് വർക്ക് റോഡ് സൈഡ് കാട് വെട്ടുന്ന സമയം എപ്പോഴോ കഴിഞ്ഞിട്ടോ. നല്ല കാടാണ്. വളവിലൊന്നും ശരിക്കും മനസ്സിലാണില്ല. എനിക്ക് 2-3 സ്ഥലത്ത് കാട് വെട്ടാണ്ട് അത്യാവശ്യം ഉള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് വെട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല ചളിയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ലൂസ് ചളിയാണ് അതിൻ്റെ അടിയിൽ. സാധാരണ വെള്ളക്കെട്ടാണെങ്കിൽ ബൈക്കൊക്കെ പോയി കഴിഞ്ഞാലും അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇതങ്ങനെയല്ല. ബൈക്ക് അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആടെ ചളിയാണ്. വെള്ളം നല്ല ഒഴുകി പോകണ്ടില്ലേ. വെള്ളം മൊത്തം പോയിൻ്റെ ചളി ഞാൻ കാണിച്ചു തരാം. കണ്ണ് കൈയിടുക കുറച്ച് കണ്ണ് കയോ. അപ്പോൾ ഞാനിതേപോലെ ഈ ബോർഡും കാര്യങ്ങളും ക്ലീൻ ചെയ്യലും വെള്ളം തുറന്നു വിടലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മളിത് ചെയ്യുന്ന ആളാണ്. പക്ഷേ നിങ്ങളും ഇതേപോലെ തന്നെ ഓരോ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തന്നെ പല വളവുകളിലും കാട് മൂടി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് ഒരാളെ കാത്തു നിൽക്കൊന്നും വേണ്ട, ഓരോരുത്തർക്ക് തന്നെ ചെയ്യട്ടോ. അതിന് തൊഴിലുറപ്പ് പണിക്കാർ തന്നെ വരണേന്ന് വിചാരിച്ചിട്ട് കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഇതേപോലെ കുറേ സംഭവങ്ങൾ ക്ലീൻ ചെയ്യാനും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നല്ലൊരു ഫോൺ വാങ്ങണം. എന്നിട്ട് നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒരു വണ്ടി അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു വണ്ടിക്കാരൻ ഭയങ്കര നോട്ടം. അപ്പോൾ അതിനൊന്നും ആർക്കും നേരമില്ല. എവിടെയെങ്കിലൊക്കെ വലിയ ഇടിച്ചിലോ നടന്ന ദിവസങ്ങളോളം റോട്ടുമ്പോൾ വെള്ളം പൊളിച്ച് നിൽക്കാനൊക്കെ എല്ലാവർക്കും ഒഴിവുണ്ടാവും. ഇപ്പോൾ ഈ റോഡിൻ്റെ നടുവിൽ ഇനി വെള്ളക്കെട്ടുണ്ടായിന്. അതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്ന് ആ ബൈക്കൊന്ന് അവിടെ സൈഡാക്കിയപ്പോഴത്തിന് ഒരു കാറുകാരന് ദേഷ്യം പിടിച്ച്. അപ്പോൾ എന്താ ഇവിടെ ചെയ്യണമെന്നൊന്നും അവർക്ക് അറിയില്ലല്ലേ. നമ്മളിത് നല്ല കഷ്ടപ്പെട്ട് ഇവിടെ വെള്ളം ഒന്നായിട്ട് ഒഴിവാക്കിയല്ലേ. ഒന്നാമത് ഈ ബൈക്കുകാരാണ് പ്രശ്നം. ബൈക്കുകാർക്കാണ് ഈ അപകടം വരിക. കണ്ടോ, ഈ റോട്ടിലേക്ക് ഒന്ന് ടയർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ കുളിച്ചിട്ട് എണീക്കേണ്ടി വരും ചളിയിൽ. ഏതായാലും ആ ഭാഗം മൊത്തം ക്ലിയർ ആയിട്ട് ഇനി ഒരു തുള്ളി വെള്ളം ഇവിടെ നിൽക്കില്ല. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് തിരിഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഫുൾ വൃത്തിയായി. ഇത്രയ്ക്ക് വെള്ളം റോട്ടിൽ. വെള്ളം വരെ ഉള്ളത് 30 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞൊരു മീറ്റർ റോട്ടിൽ വെള്ളം. വൈകി പോയി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.